ആദരണീയനായ ഇന്നത്തെ അവാർഡ് ജേതാവ് ശ്രീ ആര്യനാട് മോഹനൻ, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ബ്യൂട്ടീഷ്യൻസിൻ്റെ താങ്ങും തണലുമായി അവരോടൊപ്പം നിൽക്കുന്ന ഹരികൃഷ്ണൻ, സൗന്ദര്യ സംരക്ഷണം പാലികയുടെ ചീഫ് എഡിറ്റർ വിജയ് കുമാർ. ഇന്ന് നമുക്ക് ഈ പ്രോഗ്രാം, കാരണം ഒരു നാച്ചേഴ്സ് ഉപയോഗിക്കാത്ത ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല, നാച്ചേഴ്സിൻ്റെ പേര് അല്ലെങ്കിൽ മാജിക്കിൻ്റെ പേര് അറിയാത്ത, അതിൻ്റെ കേരളത്തിലെ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്ത ശ്രീനി, ഇന്ന് വന്ന കേരളത്തിലെ പല ജില്ലകളിൽ നിന്നും വന്നിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നു. തൃശ്ശൂർ പല സ്ഥലത്തു നിന്നും വന്നിട്ടുള്ള ബ്യൂട്ടീഷ്യൻസ്, സിറ്റി കളക്ഷൻസിൻ്റെ കസ്റ്റമേഴ്സ്, മറ്റ് സുഹൃത്തുക്കളെ, ഈ സിറ്റി കളക്ഷൻസ് ഏത് സംഘടനയുമായി വളരെ ബന്ധം പുലർത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ കോഴിക്കോട് വെച്ച് 750ഓളം പേർ പങ്കെടുക്കുന്ന ആ പരിപാടിയിൽ FKBയുടെ ഭാരവാഹി ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ മറ്റ് സംഘടനകളെയും പ്രോത്സാഹിപ്പിക്കുന്നു. അതുപോലെ തന്നെ KBയെയും ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. കേരളത്തിൽ ബ്യൂട്ടീഷ്യൻ സൗന്ദര്യ സംരക്ഷണ രംഗത്ത് ഒരു പുതിയ അവാർഡ് നിർണയിക്കുന്ന ആ കമ്മിറ്റിയിൽ എന്നെപ്പെടുത്തിയതിന് വിജയകുമാർ പോലുള്ള ആളുകളെ ഞാൻ എൻ്റെ പ്രത്യേകം അഭിനന്ദനം വയ്ക്കുന്നു. കാരണം ഞങ്ങൾക്ക് പരിശോധിച്ചപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുന്നേ അസംഘടിതരായ ഒരു സമൂഹത്തെ ഒരു നൂലിൽ കോർത്തുകൊണ്ട് അവരെ ഒരുമിച്ച് നിർത്തി സമൂഹത്തിന്റെ മുന്നിൽ പ്രതികരിക്കാൻ കഴിവുള്ള രീതിയിലേക്ക് ബ്യൂട്ടീഷ്യനെ മാറ്റിയെടുത്തതിൻ്റെ പ്രധാന പങ്ക് ശ്രീ ആര്യനാട് മോഹനനാണ് എന്ന് മനസ്സിലായതിൻ്റെ കൊണ്ടാണ് ഞാൻ എൻ്റെ വോട്ട് അദ്ദേഹത്തിന് കൊടുത്തത്. എതിരില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള അവാർഡ് കിട്ടിയതിൽ സിറ്റി കളക്ഷനും എനിക്കും എന്നെ സ്നേഹിക്കുന്ന ബ്യൂട്ടീഷ്യൻസിനൊക്കെ വളരെ അഭിമാനമുണ്ട്. ഇവിടെ സാറ് സംഘടന ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ പല മീറ്റിംഗിലും FKBയുടെ മീറ്റിംഗും സംസാരിച്ചിട്ടുണ്ട്. ഒരു പോലീസ് വണ്ടി ആ പാർലറിന്റെ മുന്നിൽ 2-3 വട്ടം കറങ്ങിക്കഴിഞ്ഞാൽ ആ പാർലർ പൂട്ടുന്ന കോലത്തിലേക്ക് എത്തിയിരിക്കുന്നു. സമൂഹത്തിന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ അപരാധങ്ങൾ പറഞ്ഞെടുത്ത് ജീവിക്കാൻ കഴിയാത്ത ചുറ്റുപാടിലേക്ക് എത്തുന്നു. സംഘടന ഈ വിഷയങ്ങൾ ശ്രദ്ധിക്കണം, ഗൗരവമായി കാണണം. ഇവിടെ ഒരു 2000 വാട്ട്സിന്റെ ഡ്രയർ മേടിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് ഓഫീസർ വന്നിട്ട് ഇതിന് 3 ഫേസ് ഉണ്ടോ, ഇതിന് ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. 2000 വാട്ട്സിന്റെ ഡ്രയർ ഇല്ലാതെ ബ്യൂട്ടി പാർലറിൽ വർക്ക് നടത്താൻ പറ്റുമോ? 230ന്റെ അയൺ ഇല്ലാതെ 220ന്റെ സ്ട്രൈറ്റനിങ് അയൺ ഇല്ലാതെ വർക്ക് നടത്താൻ പറ്റുമോ? ഇത് ബ്യൂട്ടീഷ്യനെ അവർ വന്നിട്ട് നിങ്ങൾ 5000 അടച്ചോ 6000 അടച്ചോ, പല ജില്ലകളിലും അത്തരത്തിൽ വരുന്നുണ്ട്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് നിൽക്കുന്നത്. നാളെ ഈ ബ്യൂട്ടീഷ്യൻ സമൂഹം ഇല്ലാതെ പോകുന്നു. സാറ് ശ്രദ്ധിക്കണം. അത് എങ്ങനെ വരുന്നു? വലിയ 50ഉം 100ഉം 200ഉം ബ്യൂട്ടീഷ്യൻസിനെ മണിപ്പൂരിൽ നിന്നും അതുപോലെ തന്നെ ഇന്ത്യയുടെ പുറത്തു നിന്നും കൊണ്ടുവന്നുകൊണ്ട് പാവപ്പെട്ട ഈ ഗവൺമെന്റിന് ജോലി കൊടുക്കാൻ കഴിയാതെ 40 ലക്ഷത്തോളം പേരാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ജോലിക്ക് വേണ്ടി നിൽക്കുന്നത്. സ്വന്തം കയ്യിൽ പൈസ കൊടുത്ത് പഠിച്ച് കട്ടപ്പനയിൽ നിന്നും പന്തളത്തു നിന്നൊക്കെ ഇവിടേക്ക് ക്ലാസ്സിന് വന്ന് അവർ ഹെയർ കട്ടിങ്ങും ത്രെഡിങ്ങും ഒക്കെ പഠിച്ച് സ്വന്തമായി അവരുടെ ഇൻവെസ്റ്റ്മെന്റിൽ അവരുടെ വള പണയം വെച്ച് അവരുടെ ഭർത്താവിന്റെ മാല പണയം വെച്ച് ഒരു പാർലർ തുടങ്ങുമ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹം ഇല്ലാതെ പോകുന്നു നമ്മുടെ ചരിത്രത്തിൽ. കാരണം റിലയൻസ് പോലുള്ള വലിയ കമ്പനികൾ 50ഉം 100ഉം ബെഡുള്ള പാർലറിലേക്ക് ബെഡിൽ കയറ്റി മറ്റേ CT സ്കാൻ എടുക്കുന്ന പോലൊരു മെഷീനിലങ്ങ് കയറ്റി കയ്യും നാഗൊക്കെ വൃത്തിയാക്കി 500 രൂപ. കഷ്ടപ്പെടുന്ന ബ്യൂട്ടീഷ്യൻ ഇല്ലാതെ പോകുന്നു. അത്തരത്തിലേക്കുള്ള ഒരു സമൂഹം, ഈ സമൂഹം ഇല്ലാതെ പോകുന്നതിന് അത് നിലനിർത്തണമെങ്കിൽ ഒരു സംഘടനയല്ല, എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി അണിനിരന്നുകൊണ്ട് ഈ ബ്യൂട്ടീഷ്യൻ സമൂഹത്തെ രക്ഷിച്ചില്ലെങ്കിൽ സിറ്റി കളക്ഷൻ വേറെ കച്ചവടം നോക്കേണ്ടി വരും. നിങ്ങളാ ഞങ്ങൾക്കുള്ളൂ, വേറെ പരിപാടിയില്ല. ഐറ്റം മാറ്റി നമ്മൾ പിടിച്ചേക്കും.
നിങ്ങൾ പോയിട്ട് വേറെ പണി പഠിക്കേണ്ടി വരും. അതുകൊണ്ട് സംഘടന ശക്തമാക്കണം. കോഴിക്കോട് മിഞ്ഞാന്ന് മറ്റൊരു പത്രത്തിലൊരു പേരെഴുതിയിട്ടില്ല, സിറ്റി കളക്ഷൻ്റെ പേരെഴുതിയിട്ടില്ല, റിഫ്രഷ്മെന്റ് കോഴ്സുകൾ കൊടുക്കുന്നു. സാറേ, ഈ ഒരു 15 വർഷം 10 വർഷം നടന്ന ബ്യൂട്ടീഷ്യൻസിന് 10 വർഷം മുന്നത്തെ കള്ളപ്പനുണ്ണി സിനിമ മാത്രം കാണിച്ചു കൊടുത്താൽ മതിയാ? ബാംഗ്ലൂർ ഡേയ്സ് ഒക്കെ 2 മാസം കൊണ്ടാ പോയി. പുതിയ പുതിയ വിഷയങ്ങൾ സിറ്റി കളക്ഷൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ആർക്കും എതിരുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞങ്ങൾ ക്ലാസ്സിന് വിളിക്കുമ്പോൾ ഈ പത്രപ്രസ്താവന കൊടുത്ത ആ ആളുടെ പേര് ഞാൻ വ്യക്തമാക്കുന്നില്ല, അവരുടെ കുട്ടികളും ഹരികൃഷ്ണന്റെ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഗാൽവനിക്ക് എന്തിനാ വരുമ്പോൾ ചോദിക്കും ബ്ലഡ് ഗ്രൂപ്പ് ബി പോസിറ്റീവ്, എനിക്ക് ഗാൽവനിക്ക് പോസിറ്റീവ്. നെഗറ്റീവ്, എനിക്ക് ഗാൽവനിക്ക് നെഗറ്റീവ്. ഏപ്രിലിന്റെ അടിയിൽ യു വരയ്ക്കുക, കത്രിക കൊണ്ട് ഇങ്ങനെ വിട്ടുക. എന്തായാലും കൃഷ്ണാപ്പിള് അങ്ങനെ തന്നെയല്ലേ? വി വരയ്ക്കുക, കത്രിക കൊണ്ട് ഇങ്ങനെ വിട്ടുക. ഇത് മാറ്റിക്കൊടുത്തു തെറ്റാ? ഇത്തരത്തിൽ ബ്യൂട്ടീഷ്യൻസിന് ഉയർച്ചയിലെത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പാടുപെടുമ്പോൾ ഞങ്ങളെ തളർത്തുന്ന ചില ആളുകളുണ്ടെങ്കിൽ അവരെ കൂടെ അടിച്ചമർത്തേണ്ടത് ഇത്തരത്തിലുള്ള ബ്യൂട്ടീഷ്യനെ സ്നേഹിക്കുന്ന സംഘടനകളായിരിക്കണം. ഒത്തിരി വിഷയങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, കാരണം ഇനി നമുക്ക് മുടി പകുതിയാക്കി വെച്ചിട്ടുള്ള ഒരാളോട് ഇരിക്കുന്നുണ്ട്, അവരുടെ വർക്ക് ഒരുപാട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നീരജിന്റെ മാജിക് മൂമെന്റ്സ് അവസാനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. എന്നിരുന്നാലും ഇന്ന് തെരഞ്ഞെടുത്തത് ആര്യനാട് സാറിനെ 100% അംഗീകാരമാണ്. അത് ആര്യനാട് സാറിന് അർഹതയുള്ളതുമാണ്. കേരളത്തിലെ ബ്യൂട്ടീഷ്യൻസിന് വേണ്ടി ഞങ്ങൾക്ക് എപ്പോഴും ചെറുപ്പമാണ് കേട്ടോ ആര്യനാട് സാറ്. 35 വർഷക്കായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങളിപ്പോഴും 35 വയസ്സിലാണ് കാണുന്നത്. ഇവർക്ക് വേണ്ടി മുന്നിൽ നിൽക്കണം, ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണം. സാറിന്റെ ശബ്ദം കേരളത്തിലെ മുഴുവൻ ജനങ്ങളും മുഴുവൻ ബ്യൂട്ടീഷ്യൻസും അംഗീകരിക്കുന്ന രീതിയിലേക്ക് സാറിന്റെ പ്രവർത്തനം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങളുടെ എല്ലാം സമ്മതത്തോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുകയാണ്.